ഹരിപ്പാട്ടെ ചോനറത്തയുടെ വീട്ടിലെ അമ്മ മഹാറാണി ചായ കുടിച്ചാടേ? അയ്യോ അമ്മായിയാ ചായ കൊണ്ടുവന്നേ. അവളോടെ പോയി? അകത്തുണ്ട്. നീ ചായ കുടിക്ക. അമ്മ ഇവിടെ അടുത്ത് നല്ലൊരു കാവുണ്ട്, പോയി തൊഴാത്തത്. അവിടെ ആണെങ്കിൽ അമ്മായി പോവല്ല, അമ്പലത്തിലൊക്കെ പോവല്ല, പടവല വീട്ടിലാണെങ്കിൽ. അവിടെ പൊയ്ക്കാവ് ദേവീക്ഷേത്രത്തിൽ പോകാൻ എന്ത് രസാലേടാ. അത് തന്നെ, അവിടുത്തെ മരത്തിൽ വവ്വാലൊക്കെ തൂവി കിടക്കും. അച്ഛാ അച്ഛൻ അവിടെ പോയിട്ടില്ലേ? പിന്നെ പൊയ്ക്കാവിലെ പൂരം പ്രസിദ്ധമല്ലേ? പൊയ്ക്കാവിലെ പൂരോ? ആറാട്ട്. നീ ചായ എടുത്ത് കുടിക്കും ബാല, വെറുതെ എന്നെ കൊണ്ട് അതും ഇതും പറയിക്കാതെ. മാമ വിളിച്ചാ മാമി? ഇന്നലെ വിളിച്ചതൊക്കെ നീ കേട്ടില്ലേ, ഇനി എന്ത് വിളിക്കാൻ? മായി പോണ. പിന്നെ ഹരിപ്പാട് ചോനറത്തലേ ഭവാനിയമ്മ ഒരു കാലത്തൊരു അമ്മ മഹാറാണി തന്നെ ആയിരുന്നു. അച്ഛാ അതെന്താ അമ്മൂമ്മ പോകുന്നതിന് മുമ്പ് ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് പോയത്? ഏയ് ഞാൻ അമ്മയെന്ന് വിചാരിച്ച ഒരു ഡയലോഗം കാച്ചി, പക്ഷെ അമ്മൂമ്മയായിപ്പോയി. അതിൻ്റെ ദേഷ്യമാണ് തീർത്തത്. അച്ഛാ അച്ഛൻ്റെ കുടുംബം വലിയ കുടുംബാന്ന് അച്ഛൻ എപ്പോഴും പറയല്ലേ? കുളത്തുറ ശൂലംകുടി വീട്ടിൽ തമ്മിമാര്, അമ്മ പടവലും വീട്ടിൽ പിള്ളമാര്, അമ്മ ഹരിപ്പാട് ചോനടത്തല വീട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ്റെ അമ്മയുടെ അമ്മൂമ്മയുടെ വലിയ കുടുംബാണോ? അത് നീ അങ്ങനെ ചോദിച്ചാ? അല്ല, വലിയ കുടുംബത്തിലെ ആൾക്കാര് എന്റെ വലിയ കുടുംബ എന്റെ വലിയ കുടുംബ ഇങ്ങനെ പറഞ്ഞോണ്ട് അടക്കില്ല അല്ലടാ യേശു? അത് തന്നെ അച്ഛാ, വലിയ കുടുംബക്കാരെ വിനയവും എളിമയൊക്കെ ഉള്ളവരായിരിക്കത്തില്ലേ? ആ നീ പറഞ്ഞ ശരി തന്നെ. സ്വഭാവ മഹിമ പറഞ്ഞത് കൊണ്ട് നടക്കുന്നവരും വലിയ കുടുംബക്കാർ തന്നെ. അച്ഛൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛന് വിഷമാവത്തില്ലെങ്കിൽ അത് നീ പറയടേ. അച്ഛൻ്റെ ഇപ്പോൾ 2000 പോട്ടെ, 1000 രൂപ എടുക്കാനുണ്ടോ? 1000 രൂപയൊന്നുമില്ല, നുള്ളിപ്പറക്കി എടുത്താൽ ഒരു 800 രൂപ വേണം. അപ്പോൾ 1000 രൂപ എടുക്കാനില്ല അച്ഛാ, പൈസയെക്കാളും വരത്തില്ല കുടുംബമേമ. എൻ്റെ പൊന്നു മക്കളെ, നീ പറയണൊക്കെ പോയിന്റ് തന്നെ. പക്ഷേ ഈ വലിയ കുടുംബക്കാരൊരു പ്രശ്നമുണ്ട്. നിത്യവൃത്തിക്ക് കയ്യിൽ കാശ് കാണില്ല, ഇഷ്ടംപോലെ ആസ്തി കാണും. എൻ്റെ ചൊല്ലുണ്ട്, ആധാരത്തിലുണ്ട് അത്താഴത്തിലില്ല. അത് കൊള്ളാലോടാ, ആധാരത്തിലുണ്ട് അത്താഴത്തിലില്ല. നോട്ട് ചെയ്ത് വെക്കണേ, മറക്കല്ലേ. ഞാൻ റെക്കോർഡ് ചെയ്തു. എല്ലാം റെക്കോർഡ് ചെയ്താ? ഈ പടാ അവള് നിൽക്കുന്ന നിപ്പുണ്ടാമേ, നമ്മളെ സഹായിക്കാൻ വന്നതാണ്. എന്റെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കണം. നിൽക്കും, അങ്ങനെ തന്നെ നിൽക്കും, അങ്ങനെ തന്നെ നിൽക്കണമെന്നാ ഞാൻ പറയുന്നത്. അതുകൊള്ള. ഇതെന്താന്ന് പറയണത്? എടി അവൾക്ക് ആ മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത ആരാ? ഞാൻ. എന്നാ പിന്നെ ഒന്നും പറയണ്ട. മൊബൈൽ 24 മണിക്കൂറും കളിച്ചോണ്ട് നിൽക്കാനല്ല മൊബൈൽ മേടിച്ചു കൊടുത്തത്. അത്യാവശ്യം കോൾ വരുമ്പോൾ സംസാരിക്കാനും. ഇവർ പുറത്തോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് വിളിക്കണമല്ലോ, അവരെവിടെ ഉണ്ടെന്നൊക്കെ അറിയണ്ടേ. അതിനെ മേടിച്ചു കൊടുത്തായി. ഡി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മൊബൈൽ കളിച്ചോന്ന് പറഞ്ഞില്ലേടി? എടി അവൾ ആരുടെ മോളാടി? അവൾ എന്റെ മോള്. അതെന്താ അത് പറഞ്ഞൂടെ? നിന്റെ മോളാണെങ്കിൽ നീ പറഞ്ഞാ കേക്കും, ഇല്ലെങ്കിൽ കത്തിച്ച് കളയണോടി. കത്തിച്ച് കളയും മിക്കവാറും. ഇത് ഞാൻ കത്തിച്ച് കളയടി, നോക്കിക്കോ. ഡി നിന്റെ അടുത്ത് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൊബൈൽ മിസ്യൂസ് ചെയ്യല്ലേന്ന്? അയ്യോ മോനധികം പറയണ്ട, രാത്രി 12 മണി വരെ മോന് ഫോണിൽ തന്നെയല്ലേ കളി. ആണോടാ? ഇവള് വെറുതെ നോണ പറയാ വിഷയം മാറ്റാൻ വേണ്ടിട്ട്. നമ്പർ ഇറക്കല്ലേ. കള്ളത്തരം ആരുടെ കയ്യിലാടാ ഇല്ലാത്തത്? ഈ മൊബൈൽ കയ്യിലുണ്ടെന്ന് കരുതി ആരും വഴി തെറ്റണമെന്നൊന്നും ഇല്ല. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്തെ തേനേ പാലേന്ന് പറഞ്ഞ് വളർത്തിയോളാ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയത്. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ല, എല്ലാരെയും സമ്മതം വാങ്ങിച്ചോണ്ട് തന്നെ പോയത്. സമ്മതം വാങ്ങിച്ച കാര്യമൊന്നും നീ പറയണ്ട. കയ്യിൽ ഒരു കുപ്പി മണ്ണെണ്ണയും ഒരു പിടി കയറുമായിട്ട് നിന്ന് ആരാടി സമ്മതം തരാത്തത്? അതുകൊണ്ടായിരിക്കും തല്ലി ചതച്ച ഒരു പരുവാക്കിയിട്ട് മണ്ഡപത്തിൽ കൊണ്ട് ഇരുത്തിയത്. എന്നിട്ടൊരു അനുഗ്രഹം. നന്നാവാനാണോ ചീത്താവാനാണോ എന്ന് ആർക്കറിയാം? തോന്നിയാസം പറയുന്നോടി. ഏതെങ്കിലും അമ്മമാര് മക്കള് നശിച്ചു പോകണമെന്ന് പറഞ്ഞ് തലയെ കൈവച്ച് അനുഗ്രഹിക്കോ? അതിന്റെ പേര് അനുഗ്രഹം എന്നല്ല, ശാപമെന്നാ. അവിടെ സംസാരം കേട്ടില്ലേ? ചുമ്മാതല്ല ഇരുന്ന് കണ്ണീര് കുടിക്കുന്ന. എനിക്ക് കണ്ണീരൊന്നുമില്ല. എനിക്ക് കിട്ടിയ ജീവിതം മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണണേ. പിന്നെ മഹാഭാഗ്യ. അപ്പൊ അമ്മേ ഞാൻ പോട്ടെ. എന്റെ നേർക്ക് വെച്ച അമ്പേ അമ്മയ്ക്കിപ്പോ തിരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുക. അമ്മ പോട്ട്, അമ്മയ്ക്ക് അറിയാണ്ട് ഒരു തെറ്റ് പറ്റി, പാവം. അതേടാ, അമ്മയ്ക്ക് തെറ്റുപറ്റി. അമ്മയ്ക്ക് ഒരേ ഒരു തെറ്റേ പറ്റിട്ടുള്ളൂ, നിന്നെയൊക്കെ പ്രസവിച്ച്. നല്ല കാര്യങ്ങൾ നടക്കണേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പുണ്യം എന്നാ പറയണത്. പോയി മുടി വെട്ട് നീ ആദ്യം. ഈ പറഞ്ഞാൽ നീ എന്താടാ മുടി വെട്ടിക്കാത്തത്? നിന്നെ കാണുമ്പോ ഹിഡംബാസുരനെ എനിക്ക് ഓർമ്മ വരുന്നേ. ഞാൻ പോണ്. നിന്റെ മുഖം എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ ഞാൻ ഇവിടുന്ന് പോണോ? അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? പണ്ടുള്ളവര് പറയും തായ്ച്ചൊല്ലി കേൾക്കാത്ത വവ്വാല് തലകീഴായി കിടക്കുന്നു. പണ്ടുള്ളവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ ഇരിക്കല്ലേ ഇങ്ങനെ ഓരോ പഴഞ്ചൊല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെയായി. ഞാൻ പോണു. അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്യും. എന്താടാ ബാല, നീ എന്നെ കണ്ട് തിരിച്ചു പോണേ? അമ്മായി, ഞാൻ തിരിച്ചു പോയൊന്നുമല്ല. ഞാൻ എന്തോ ആലോചിച്ചോണ്ട് ഇതുവഴി വന്നു. അപ്പോഴാലോചിച്ച കാര്യം മറന്നുപോയി. അതുകൊണ്ട് ഇനി ഇവരെന്തിനും ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകണം. ഏതായാലും നീ വന്നതല്ലേ, ഇരിക്കടാ. അമ്മ ഇരി. എങ്ങനെ നിന്റെ കാലുവേദന കുറവുണ്ടോ? കാലുവേദന കുറവുണ്ടോന്ന്? ഇടയ്ക്കിടയ്ക്ക് കുറയും, പക്ഷേ കൂടും. ഈ അടുത്തെങ്ങാനും ഇത് കുറയോ? ഇത് ഇടവമാസമാ. വേദന അല്ലേ അമ്മായി, എപ്പോൾ കുറയുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ കർക്കിടകത്തിൽ കുറഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട. ആർക്കറിയാം വേദന ഉണ്ടോ ഇല്ലെന്ന്. അമ്മായിക്ക് എപ്പോഴും പറയല്ലോ മുട്ടുവേദന, ഇപ്പം കുറവുണ്ടാ? ആ, ഇടയ്ക്ക് കുറയും, പിന്നെ അതങ്ങ് കൂടും. ആർക്കറിയാം എന്താന്ന്? അല്ല, എന്തുകൊണ്ടാണ് മുട്ടുവേദന വരണമെന്നേ? അതൊക്കെ നമുക്കറിയാം. അമ്മയ്ക്ക് ആർത്തറൈറ്റിസ് ആണ്. എന്നിട്ട് പറഞ്ഞ് പെരുംവാദമാണെന്നല്ല അമ്മായി പറഞ്ഞത്. പെരുംവാദം. പെരുമ്പാദം ആർത്തറൈറ്റിസിന്റെ വേറൊരു വകഭേദമാണ്. ആർക്കറിയാം എന്തോന്ന്? ഏത് വകഭേദമാണെന്ന് ആർക്കറിയാം? അയ്യോ, എന്തായിരുന്നു പെട്ടെന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ അമ്മോ. ആ, കുറയുമെന്ന് ആർക്കറിയാം. ഇത് എന്നെ കൊണ്ടേ പോകുന്ന എനിക്ക് തോന്നുന്നത്. അല്ല, പിന്നെ അമ്മായി നാളെയല്ലേ പോകൂ. അങ്ങനെ തറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ നിൽക്കട്ടെ. ഓ, ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നിന്നിട്ട് മുട്ടുവേദനയൊക്കെ മാറിയിട്ട് റെസ്റ്റ് കിട്ടുമല്ലോ ഇവിടെ നിൽക്കുമ്പം. ഓ, അല്ലേ അമ്മ? ഇവിടെ നിൽക്കണം. ഇവിടെ നിൽക്കാൻ പിന്നെ വേറെ എവിടെ നിൽക്കാൻ? അമ്മ ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് മുട്ടുവേനൊക്കെ മാറിയിട്ടൊക്കെ പോയാൽ മതി. എനിക്ക് കുറേ ജോലിയുണ്ട്, ഞാൻ ചെയ്തിട്ട് വരാം. ഓ ശരി, നിന്റെ ജോലി തീർത്തിട്ട് വേഗം വാ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. അമ്മ, ഈ അമ്മ എപ്പോഴും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കേൾക്കാൻ ആൾക്കാരും വേണം. ഓ, അതൊരു ശീലമായി പോയടാ മോനെ. ദുശീലം അല്ലാത്തോണ്ട് കൊള്ളാം. ഇല്ല, അങ്ങനെ പെട്ടെന്നൊന്നും വീഴൂല. വീഴ്ത്താനും നോക്കണ്ട. അമ്മ അളിയൻ്റെ അടുത്ത് എന്തോന്ന് പറയാൻ പോണേ? എനിക്ക് അവനോട് കുറച്ച് കാര്യം പറയാനുണ്ടടാ. അവൻ്റെ ഈ തക്കിട തരികിട പരിപാടികളൊക്കെ ഇതോടെ നിർത്തണം. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കൈപ്പൂ ശമിപ്പതുണ്ട്. പാലിലിട്ടാൽ കാലാന്തരെ കൈപ്പൂ ശമിപ്പതുണ്ട്. ബാലു, നൂറ്റി അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ടല്ലോ. കാലം എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? ആ, എങ്ങനെയുണ്ടാവണ്ടിരിക്കണേ? ചാടി ചാടി നടക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. കാല് സൂക്ഷിച്ചില്ലേ പ്രശ്നമുണ്ടോ ബാലു? എനിക്ക് അതൊന്നുമല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? പറഞ്ഞാൽ വേറെ ഒന്നും തോന്നരുത്. പറ, എന്നാലല്ലേ തോന്നുള്ളൂ. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? എൻ്റെ അമ്മയാണ്. എന്തൊരു നോക്കണേ? അവർക്ക് എന്നെ കാണുമ്പോൾ എന്തോന്നൊരു കുഴപ്പം? അവരെ മരുമല്ലേ ഞാൻ? ശ്രീകുട്ടനെ നോക്കുമ്പോൾ എന്നെ നോക്കണം. യാതൊന്നും കാണുമ്പോൾ ഒരുമാതിരി വേണ്ടവരൊക്കെ പറഞ്ഞ് മുള്ളുമുനൊക്കെ വെച്ച് വർത്തനൊക്കെ പറയണം എന്നെ കാണുമ്പോൾ. ശ്രീകുട്ടനെ കാണുന്ന പോലെ തന്നെ കാണണേ. പിന്നെ സ്വാതന്ത്ര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോകും. അതത്ര വലിയ കാര്യം നോക്കാൻ നിൽക്കണ്ട. എടി, ഞാൻ മരുമല്ലേ, എൻ്റെ അടുത്തൊരു ബഹുമാനം, ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് സംസാരിക്കണം. നിങ്ങളടുത്ത് എന്തിനാ ഗ്യാപ്പ്? തന്നെയല്ല, മരുമോൻ എന്ന നിലയിൽ ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുഞ്ഞിലോട്ട് നിങ്ങളെ കാണണല്ലേ എൻ്റെ അമ്മ, പിന്നെ എന്തിനാ ഗ്യാപ്പ് ഇടണേ? അയ്യോ, കുഞ്ഞിലത്തെ കാര്യമൊന്നും പറയണ്ട. അപ്പോഴേ അവർ മുള്ളും മുനെ വെച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. നിനക്ക് ഓർമ്മയുണ്ടോ ഒരു ആപ്പിളിൻ്റെ കാര്യം? അയ്യോ, ഭക്ഷണക്കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. വിട്ടേക്ക്, കുറെ വർഷങ്ങളായി. നീ കേൾക്കണോടി, നീ കേൾക്കണം. മക്കളെ കേട്ടോ, ഒരിക്കൽ അമ്മ അച്ഛൻ ഒരു ആപ്പിൾ കൊണ്ടുവന്നു. അച്ഛൻ കഴിക്കാൻ പോയപ്പം എൻ്റെ അമ്മമ്മ, ശ്രീകുട്ടനും കൂടെ കൊടടാ, ഞാൻ ഇഞ്ഞ് കൊണ്ടുപോവാ, ഞാൻ അരിഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ആപ്പിൾ കൊടുത്ത്. എന്നിട്ട് ആപ്പിൾ എടുത്ത് വെച്ചിട്ട് ഒരു കത്തിയെടുത്ത് നേരെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെ. എന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക്, ബ്ലൈഡ് പോലത്തെ ഭാഗം എനിക്കും വലിയ കഷ്ടം അവനും. അന്ന് മുതൽ ഞാൻ ആപ്പിൾ വെറുതെയാണ്. അതുകൊണ്ടാണ് ഒരു കിലോ ആപ്പിൾ പോലും ഞാൻ ഇതുവരെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാത്തത്. കൈ പൈസ ഇല്ലാണ്ടല്ല ആപ്പിൾ ഓടിക്കാത്ത. അമ്മ, അച്ഛൻ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. അച്ഛനൊരു ജോലിയോ സ്ഥിര വരുമാനമോ ഇല്ലെങ്കിലും അച്ഛൻ അമ്മൂമ്മയുടെ മരുമോൻ തന്നെയല്ലേ? എടാ കേശു, അച്ഛൻ പറയാറില്ലേ, മടി കനയില്ലാത്തവൻ മരങ്ങോടൻ. അതിപ്പോ മകനായാലും ശരി മരുമോനായാലും ശരി. നിർത്തിക്കോട്ടെ രണ്ടെണ്ണോ. എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുമ്പോ ഇടയിൽ കയറിയിട്ട് സംസാരം. ആ, ഞങ്ങൾ പിന്നെ നിങ്ങളുടെ ഇടയിൽ കയറി സംസാരിക്കാതെ വേറെ ആരുടെങ്കിലും ഇടയിൽ പോയി സംസാരിക്കൂ. ഓടെ പറഞ്ഞിട്ടില്ലേ? എന്തൊരു അനുസരണ, പറഞ്ഞ ഉടനെ അങ്ങ് പോവും. പോടേ പോ, പോടേ പോടേ. ഡേ, നിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയണം. പോ.
എന്താടാ ഒളിഞ്ഞു നോക്കണേ? അമ്മ മരുന്ന് കണ്ടുപിടിച്ചതാ ഏത് സമയം ചോറിന്? അങ്ങോട്ട് പോകണ്ട കേട്ടാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മാക്സിമം ഒതുങ്ങും. എൻ്റെ കൺട്രോൾ വിട്ടാ നിന്റെ തള്ള ഞാൻ വല്ലതും വിളിച്ച് പറയും. അത് കേട്ട് എന്നെ മുമ്പ് നീ ചാടാൻ വന്നാ അവരെ മുമ്പായിട്ട് നിന്നെ അടിക്കും. എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറൂട്ടാ. പിന്നെ നിന്റെ അമ്മ ഓരോ തന്നെ പറഞ്ഞതാ. ആ അതിൽ കാര്യമൊക്കെ ഉണ്ട്. അമ്മായിയമ്മ എന്ന് പറഞ്ഞ അമ്മ തന്നെയാണ്. അമ്മായിയമ്മയെ അമ്മയെ പോലെ തന്നെ കാണണം. അയ്യോ, എനിക്ക് ഒരുപാട് അമ്മമാർ വേണ്ട. എനിക്ക് ഒരമ്മ മതി. അതവിടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുശല അന്വേഷിക്കാൻ വന്ന എന്നെ വേണം. അത് കൊല്ലം കൊടുത്താ? ആ കൊടുത്ത്. കൊടു. മുട്ടിന് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. മിക്കവാറും ഇവിടെ ഇരുന്ന് തന്നെ അസുഖമൊക്കെ ഭേദമായിട്ട് പോകും. അമ്മാ, ഇത് തൂണിലും തുരുമ്പിലും ഉണ്ടാ. ബാലു, ബാല, എന്തമ്മ? ബാല, എന്തമ്മ? ഇവൻ ഇത് എവിടെ പോയി? അമ്മ എന്തോ ബാലിനെ കണ്ടോ? ഇല്ല, ഞാൻ വരാന്ത വെച്ച് അവനെ കണ്ടതാ. എന്തോ പറയാൻ തുടങ്ങിയപ്പോഴത്തേനും പെടാ പാടവനെ കണ്ടില്ല. അതമ്മയ്ക്ക് അറിഞ്ഞൂടല്ലേ? അളിയൻ നല്ലൊരു മുങ്ങൽ വിദഗ്ധനാണ്. ഇവിടുന്ന് മുങ്ങിയ എവിടം വരെ മുങ്ങും? ഇവിടുന്ന് മുങ്ങി അങ്ങ് നെയ്യാറ്റിൻകരയിലെ പൊങ്ങും. അതാണ് എനം. അതാണ് അമ്മയുടെ മരുമോൻ. എവിടം വരെ മുങ്ങുന്ന് നോക്കട്ടെ. മക്കളെ, നിങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നോ? ഇല്ല. എന്താ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ, കുറച്ച് ആവശ്യമുണ്ട്. അച്ഛൻ അമ്മൂമ്മയ്ക്ക് പിടി തരുന്നില്ല. അമ്മൂമ്മ പിടിച്ചോളാം. അമ്മൂമ്മേ, അച്ഛനങ്ങ് പടവലം വീട്ടിലെ വരാല് പോലത്തെ മനുഷ്യനാ. പിടിയിട്ടില്ല, ഇഴുകി അങ്ങോട്ട് പോവും. അമ്മൂമ്മേ, അതിലും വലിയൊരൊറ്റാല. നിന്റെ അച്ഛൻ എതിലെ പോയാലും ഞാൻ പിടിക്കും. എന്താ അമ്മേ? ഡേ, നിന്റെ കെട്ടിയൻ അടുക്കള ഭാഗത്ത് എങ്ങനെ വന്നോ? നിന്റെ കെട്ടിയൻ അടുക്കള ഭാഗത്ത് വന്നോന്ന്? ഇല്ല. ആ, അവൻ ഏതുവരെ പോകുന്നതാണെന്ന് നോക്കട്ടെ. അമ്മ എന്തൊക്കെയാണ് ഈ പറയണത്? ബാലു എവിടെ പോവാനാണ്? കുറച്ച് ഓവറാവണ്ടേ അമ്മ? പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താടി നിന്റെ ശബ്ദത്തിന് ഇത്ര കനം? ചോദിച്ച കേട്ടില്ലേ? അവിടെ കേട്ടില്ലെന്ന്. ആ കേട്ട്. ആ, എന്നാ പോ. എവിടെ പോകുന്നടി? മുറിയിലേക്ക് പോണു. ഏത് മുറിയിലേക്ക്? വിഷ്ണുവിന്റെ മുറിയിലേക്ക്. ആ, എന്നാ ചൊല്ല്. എന്നാലും അവൻ ഇത് എവിടെ പോയി? എടാ, നിന്നെ ഞാൻ എവിടെ എല്ലാം തിരക്കി. നീ എവിടായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ, ഞാൻ നാളെ പോവുക. നന്നായി. 2 ദിവസമെങ്കിലും എൻ്റെ ഇവിടെ അമ്മായി ഉണ്ടായിരുന്നല്ല. നിന്നതേ ഉള്ളൂ. ഇതുവരെ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എൻ്റെ അമ്മായി എൻ്റെ നീലുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇതുവരെ അമ്മായി ഒന്നും പറഞ്ഞു തീർന്നില്ലേ? പറയേണ്ട കാര്യങ്ങൾ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. എങ്കിൽ അമ്മായി പറ, ഞാൻ കേക്കട്ടെ. ബാല, ഓ, ഇങ്ങനെ പോയാൽ എങ്ങനെയാടാ? പിന്നെ ഞാൻ എങ്ങനെ പോണം അമ്മായി? ഞാൻ പറയുമ്പോ നീ എന്താ ഇങ്ങനെ മോൻ കറപ്പിച്ച് സംസാരിക്കുന്നത്? പിന്നെ മോൻ കറപ്പിക്കാതെ. അമ്മായി പറയാൻ പോണ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ? ഒന്ന് എൻ്റെ ജോലിക്കാര്യം, പിന്നെ നെയ്യാറ്റിക്കര എൻ്റെ വസ്തുവിൻ്റെ കാര്യം. പിന്നെ എന്താടാ പടവിലത്തെ നീ വീട് വയ്ക്കാത്ത? ഇതൊക്കെയല്ലേ പറയാൻ പോണത്? കേട്ടിട്ട് ഞാൻ മടുത്ത്. അമ്മായി പോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ നീ എന്താ കഴവഴാന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നത്? അയ്യോ, ഞാൻ കഴവഴ സംസാരിക്കുന്നില്ല. എനിക്ക് തരാൻ പറഞ്ഞ വസ്തു എഴുത്താ. എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ചർച്ച ചെയ്യാം. അമ്മ എന്താടാ? അമ്മ കയറിപ്പോ. അമ്മ വല്ലതും പറയും, ഞാൻ വല്ലതും പറയും. പിന്നെ നമ്മൾ പിടിക്കണടുത്തൊന്നും നിൽക്കില്ല. കയറിപ്പോ. നിൽക്കണ്ട, അങ്ങ് പോട്ട്. ഉപദേശിക്കാൻ വേണ്ടി ഓരോരുത്തരായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പെട്ടെന്ന് മുങ്ങുകയും ചെയ്യും. കാണാനില്ല. കൊറേ നേരം ഇത് തുടങ്ങിയിട്ട് ബാലു ആരും മുമ്പ് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല ഓർമ്മയുണ്ടാ? പിന്നെ എന്തോന്ന് ഒഴിഞ്ഞു മാറുന്നോറും തലേ കയറി ചവിട്ടാൻ വന്നാ? മതി, നിർത്ത്. ഇവിടെ വെച്ച് നിർത്തിക്കോ. അത് മതി, നിർത്തുന്ന വീട്ടുകാരെ മുമ്പ് വെച്ച് ഷൈൻ ചെയ്യണ്ടാടി. എനിക്കറിയാം ഈ അവസരത്തിൽ എന്തിനാണ് അവരെ വിളിച്ചു വരുത്തിയെന്ന്. എന്റെ ദീന അന്വേഷിക്കാനൊന്നുമല്ല. അളിയ എന്തിനളിയാ ഇങ്ങനെ കിടന്ന് ചാടണത്? അതിനുവേണ്ടി അമ്മ എന്തെങ്കിലും അളിയൻ്റെ അടുത്ത് പറഞ്ഞ പറയണതിന് മുമ്പ് ചാടിയില്ലെങ്കിലേ എല്ലാവരും കൂടെ നെഞ്ചി കയറി ഇരിക്കും. അയ്യോ, എന്റെ കാലൊടിഞ്ഞിടക്കല്ലേ, ഭയങ്കര സന്തോഷമല്ലേ ഇപ്പൊ, ഹാപ്പി. കണ്ടോടി? എടി കണ്ടോ? കേട്ടോടി? എടി കേട്ടോന്നോ? അയ്യോ, ഞാനൊന്നും കണ്ടൂല്ല കേട്ടൂല. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ അമ്മേ? സ്വസ്ഥത തരുമോ കുറച്ച്? ഓഹോ, അപ്പൊ ഞാൻ വന്നത് നിനക്ക് സ്വസ്ഥതക്കേടാണല്ലേ? മതിയായി, എനിക്കെല്ലാം മതിയായി. ഇപ്പൊ എല്ലാം മതിയായിടി എനിക്ക്. ഞാൻ പോയേക്കാം. ഈ സ്വസ്ഥതക്കേട് കാരണം ഞാൻ പോയേക്കാം. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അമ്മായി പോണ്. കണ്ടോ അമ്മ പോയത്? കണ്ടോന്ന് ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങള്? എന്താടി അമ്മ മോളും കൂടെ കണ്ടാ പാടുന്നു. അയ്യോ, എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. ഒന്ന് പോയി തരാമോ ദയവേത്? ആ, ഞാൻ പോണല്ലേ. ഞാനിപ്പോ വികലാംഗനല്ലേ. ഞാൻ പ്രതീക്ഷിച്ച്, പക്ഷെ ഇത്ര നേരത്തെ പോകാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചില്ല.
നീ കണ്ടാടാ? നീ കേട്ടാ? കേട്ടായിരുന്നാ? നീ കണ്ടാ? കണ്ടില്ലടാ? കേട്ടാടാ? കണ്ടില്ല? ആരടി പോ. കണ്ടാ കേട്ടാ? കണ്ടാ കണ്ടാ കേട്ടാ. എൻ്റെ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അയ്യോ എനിക്ക് വയ്യ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ പോണു. ഒന്ന് പോടാ, ഇറങ്ങി. കുറെ നേരമല്ല പറയാൻ തുടങ്ങിയിട്ട് പോണു പോണു. ഞാൻ പോയിക്കൂടെ നിനക്ക്? എന്റെ ചാച്ചി പറഞ്ഞത് കേട്ടില്ലടാ. പോടാ, പോ 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 പോ. വികലാംഗരുടെ സംസ്ഥാന സമ്മേളനം പോലെ. എവിടെ പോവാ? നീ എന്നോട് മിണ്ടണ്ട, ഞാൻ പോകുക. ഞാൻ വിധവയൊന്നും അല്ല. എന്തിനാ അമ്മ ഇപ്പൊ പോണേ? കൊണ്ടുവച്ചേ ഡ്രസ്. നീ പോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മൂമ്മ പോവാന്ന്. അച്ഛാ, അച്ഛനെവിടെ പോവാ? ഞാൻ എൻ്റെ വീട്ടിൽ പോണു. അച്ഛാ, എന്താടാ കിടന്ന് വിളിക്കാതെ? ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടെ. എനിക്ക് ഒട്ടും വയ്യടാ. അവിടെ ചെന്നാലേ എൻ്റെ അച്ഛനും അമ്മ എന്നെ പൊന്നുപോലെ നോക്കും. അച്ഛാ, അമ്മേ, പോടി അവിടെ. അമ്മേ, അമ്മ അമ്മ വാ അമ്മേ, ദേ അച്ഛൻ പോണു. ഞാൻ അവിടെ ആരെടുത്ത് യാത്ര അയക്കുന്നില്ല. അച്ഛാ, ഇപ്പടി ഇങ്ങോട്ട്. പോടാ അവിടെ. എന്താണ് നോക്കണേ? അമ്മ എവിടെ പോണു? നീ എവിടെ പോണു? ഞാൻ വെറുതെ ഇറങ്ങിയത്. ആ, ഞാനും വെറുതെ ഇറങ്ങിയതാ. അമ്മ യാത്രപ്പോ. നീ അകത്ത് കയറിപ്പോ. അമ്മായി പോ. നീ പോടാ അകത്ത്. അമ്മായി പോ. എടാ, നിന്നോട് അകത്ത് കയറി പോകാൻ പറഞ്ഞില്ല. ആ മതി മതി മതി. അമ്മായി മരുമകനും തമ്മിലുള്ള നാടകം. രണ്ടുപേരും അങ്ങ് അകത്തോട്ട് കയറിപ്പോ. പോ. നീ എവിടെ പോണു? ഞാൻ അകത്തോട്ട് പോണു. കയറി പോയി അങ്ങോട്ട്. ഓ പോ. അമ്മായി കയറി പോണ. പോട്ടെ. ഓ, ആള് പാ വണ്ടി വണ്ടി പാ. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കാര്യം കട്ട പോകാം.